നമുക്കിന്ന് സദ്യ സ്പെഷ്യൽ മത്തങ്ങായും പയർ എരിശ്ശേരിയും ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നമ്മുടെ ചാനലിൽ നമ്മളൊരു വിഷു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിഷു സദ്യക്കുള്ള കറികളാട്ടോ നമ്മൾ വിഷു സീരീസിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പം ഇത് നമ്മുടെ 5ാമത്തെ വീഡിയോ ആണേ. താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനലിൽ കയറി വിഷു സ്പെഷ്യൽസൊക്കെ ഒന്ന് കണ്ടു നോക്കി ഈ വട്ടത്തെ വിഷുവിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ എരിശ്ശേരിക്ക് വേണ്ടി നമ്മളിവിടെ മത്തങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തലേദിവസം കുതിർക്കാനിട്ട വൻപയർ എടുത്തിട്ടുണ്ട്. തലേദിവസം അല്ലെങ്കിൽ നമുക്ക് 2-3 മണിക്കൂർ കുതിർത്താലും മതി കേട്ടോ. പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയറിലേക്ക് അത് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാവേ. അത് കുക്കാവുന്ന ടൈമിൽ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, ഒരു 2-3 ചുമന്നുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്കിതാ നമ്മുടെ വേണ്ടത്ര മത്തങ്ങ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവേ. അകത്തെ ആ പോർഷൻസ് സീഡ്സൊക്കെ വരുന്ന പോർഷൻ നന്നായിട്ട് കംപ്ലീറ്റ്ലി കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയെടുക്കണം. പുറംതൊലി ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി പോയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അത് ഹെൽത്തിയും കൂടിയാണ്. മൊത്തത്തിൽ അത് കളയണ്ട, അത് ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത്. അങ്ങനെ നമുക്ക് മത്തങ്ങയും ആവശ്യത്തിനനുസരിച്ച് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇത്രയും മത്തങ്ങയാണ് എടുത്തേക്കുന്നത് ക്ലീൻ ചെയ്ത്. ഇനി നമുക്കത് ചെറുതായിട്ട് പീസായിട്ട് അരിഞ്ഞെടുക്കാം. മത്തങ്ങയൊക്കെ മുറിക്കാനായിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, എങ്കിലും ഞാൻ 1-2 എണ്ണം കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സൈസിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ചെറിയ സൈസ് മതി, ഓൾമോസ്റ്റ് ഒരു ക്യൂബ്സായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്ത മത്തങ്ങ എല്ലാം ഇവിടെ അരിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാവേ. പച്ചമുളകൊക്കെ ഇടുന്നത് നമ്മുടെ ടേസ്റ്റിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചാട്ടോ. നമ്മളിവിടെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പയർ കുതിർത്ത് വെച്ചുകൊണ്ട് വേഗം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെന്ത പയറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മത്തങ്ങയും പിന്നെ പച്ചമുളക് കൂടെ ചേർത്ത് നമുക്ക് കുക്ക് ചെയ്യണം. ഇനി നമുക്ക് ഈ മത്തങ്ങായ എല്ലാം നന്നായിട്ട് വേകാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാവേ. നികക്ക വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് മത്തങ്ങ കുക്കായി വരണം. ഇനി നമുക്ക് ഇത്രയത്തിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ. ഉപ്പൊക്കെ അളവൊന്ന് നമ്മുടെയൊക്കെ ടേസ്റ്റിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചാട്ടോ. നമുക്കത് അടച്ച് വെച്ച് നല്ല രീതിയിൽ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പീസ് എടുത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ, നമ്മുടെ പാകത്തിന് വെന്തോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയിട്ട് നമ്മുടെ മത്തങ്ങ നല്ല സ്പോഞ്ച് പോലെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തതുകൊണ്ട് ഇനി നമുക്ക് ആ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പയറും എല്ലാം നമ്മൾ തവി കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ച് നല്ല കുറുക്ക് പരുവത്തിനാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. തേങ്ങയുടെ അരപ്പും ചേർത്ത് നന്നായിട്ട് മത്തങ്ങയും പയറും ഈ തേങ്ങയുടെ കൂട്ടുമായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറുക്ക് കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവേ. ഇവിടെ ഇപ്പോൾ കുറച്ച് കുറുകിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടത് തിളപ്പിച്ചെടുക്കണം. ആ അരപ്പും വെള്ളവും എല്ലാം എക്സ്ട്രാ ചേർത്തത് കൊണ്ട് ആ അരപ്പിൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് പോകുന്നിടം വരെ നമുക്കത് തിളപ്പിച്ചെടുക്കണം. ഇനിയാണ് നമ്മുടെ എരിശ്ശേരിയുടെ ടേസ്റ്റ് കൂട്ടുന്നതായ മെയിൻ സ്റ്റെപ്പ്. അതിനുവേണ്ടി നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കഴുകി ക്ലീനാക്കി ഉണക്കി വെച്ചേക്കുന്ന അരി എടുത്തിട്ടുണ്ട്, കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ആദ്യം നമ്മൾ ക്ലീനാക്കി വെച്ചേക്കുന്ന നമ്മുടെ അരി ചേർത്ത് കൊടുക്കുവാണ്. അരി വറുത്ത് വരുമ്പോൾ ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാവേ. കറിവേപ്പിലയും നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന 1-2 ചുമന്നുള്ളിയും പിന്നെ നമ്മുടെ തേങ്ങായൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാവേ. ഈ സ്റ്റെപ്പാണ് നമ്മുടെ എരിശ്ശേരിക്ക് ഫ്ലേവർ കൂട്ടുന്നത്. തേങ്ങ നല്ല മൂത്ത് എണ്ണയിൽ കിടന്ന് നല്ല വറുത്തെടുത്ത് വരുമ്പോൾ അത് നമ്മുടെ എരിശ്ശേരിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ കൊടുക്കുകയും ആ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നമ്മുടെ അരിയും കറിവേപ്പിലയും തേങ്ങായും എല്ലാം നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യണേ. എരിശ്ശേരിയിൽ എല്ലായിടത്തും നമ്മുടെ തേങ്ങ മൂത്തതിൻ്റെ ഫ്ലേവർ വരാനായിട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ആ തേങ്ങ മൂത്തതിൻ്റെ പ്രത്യേക ആ ഒരു സ്മെല്ലും എരിശ്ശേരിയുടെ ആ ഒരു സ്മെല്ലും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് തോന്നുവേ. നമ്മുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യാനായിട്ടാട്ടോ നമ്മൾ തേങ്ങ വറുത്തിടുന്നത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആൻഡ് സിമ്പിളായിട്ട് റെഡിയാക്കാവുന്ന സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സിമ്പിൾ എരിശ്ശേരി ആട്ടോ ഇത്.
ഈ വിഷുവിന് എന്തായാലും നിങ്ങളിത് മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരം ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ നിങ്ങൾ. അപ്പോൾ ഇനി ഇതുപോലത്തെ റെസിപ്പി കാണാനായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെക്കണേ.